എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഈ ചേച്ചി, എൻ്റെ പ്രിയപ്പെട്ടവർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്ന് അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ ഇന്നലത്തെ വീഡിയോ നിങ്ങളൊക്കെ കണ്ടോ? വീഡിയോ കണ്ടിട്ട് കുറേ പ്രസന്ന പറഞ്ഞു മോനോട് പറയണം ഒന്നീ ബുക്കിൽ എഴുത് അല്ലെങ്കിൽ ഫ്രണ്ട്സിനോട് ചോദിക്കണമെന്ന്. അപ്പോൾ ഇവൻ ബുക്ക് മറന്നു പോയ കാര്യം ഞാൻ അവനോട് പറഞ്ഞ്, ഇവർക്ക് റഫ് ബുക്ക് എന്ന് പറഞ്ഞൊരു ബുക്കുണ്ട്, അത് ഡെയിലി എന്തിനേലും എടുക്കുമല്ലേ. ഞാൻ അന്നേരം അവനോട് പറഞ്ഞ്, നീ ഒരു കാര്യം ചെയ്യ്, നീ ഇനിയും എഴുതുന്ന പുതിയ പേജിൽ ഏത് പേജ് തൊട്ടാണ് നീ എഴുതാൻ തുടങ്ങുന്നത് അവിടെ എഴുതി വെക്ക്. അങ്ങനെ എഴുതി വെച്ചായിരുന്നു. അങ്ങനെ പിള്ളേരോട് ചെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പിള്ളേരുടെ ഇല്ലായിരുന്നു. പക്ഷേ ഇന്നത് ഒരു കൊച്ചൻ കൊണ്ട് കൊടുത്തു. എന്നിട്ട് ഞമ്മക്ക് വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ഗ്രൂപ്പിലിട്ടുണ്ടെ അഡ്മിനും പറഞ്ഞ് 2 ദിവസം ഞങ്ങൾ ഇട്ടോണ്ട് പറഞ്ഞ് ആരുടെയും കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ നോക്കണേ, ചെക്ക് ചെയ്യണേ എന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇന്ന് ഇവൻ്റെ ഫ്രണ്ടിലിരുന്ന് ഒരു കൊച്ചൻ കൊണ്ടുവന്നു. അപ്പം ഞാൻ ചോദിച്ചു, അവൻ്റെ അടുത്ത് ഇന്നലെ ചോദിച്ചില്ല, നീ ചോദിച്ചായിരുന്നു. അവൻ്റെ സ്വഭാവം ഇതാ, ഇങ്ങനെ ഓർത്തട മീൻസ് ഹിന്ദിയിൽ പറയും പാത്ത് വെക്കുന്നതെന്നുള്ളതിന് ചുപ്പാക്ക. നാളെ ഇനി ഇവർക്ക് അവധി, അവരുടെ സ്കൂളിൽ പിന്നെ ഫുട്ബോളും അങ്ങനെ മീൻസ് സ്പോർട്സിൻ്റെ പ്രാക്ടീസ് നടക്കുക. അതുകൊണ്ട് ഇനിയും കൊണ്ട് കൊടുത്തായിരിക്കും. ഞാൻ പറഞ്ഞു, അങ്ങനെ ആണെങ്കിൽ ടീച്ചറടുത്തൊന്ന് പറയേണ്ടി വരുമല്ലോ. ഞാൻ പറഞ്ഞ ടീച്ചറിനോട് പറഞ്ഞ്, ഒന്നീ അഡ്മിനോട് പറയുന്ന സൂചിപ്പീര് ഈ കൊച്ചൻ ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്ന്, അല്ലെങ്കിൽ പിന്നെ ഓപ്പൺ ഹൗസിന് പറയാൻ പറഞ്ഞു ടീച്ചറടുത്ത്. കാരണം ഈ കൊച്ചനോട് ഇന്നലെ ചോദിച്ചിട്ട് ഇവൻ ഇത് കൊടുത്തില്ല, ഇല്ലെന്നാണ് പറഞ്ഞത്. പിന്നെ മറ്റേ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എന്നും എങ്ങനെയാണ് ഗ്രൂപ്പിൽ ചോദിക്കുന്നത്, ഇന്ന് സ്കൂളിൽ എന്തോ ചെയ്ത്, നാണക്കേടല്ലേ അവർ ചിന്തിക്കത്തില്ല ഈ കൊച്ചൻ എന്ന്. അപ്പം നമ്മൾ ഇൻകംപ്ലീറ്റ് ഒരു ദിവസം പോയില്ലെങ്കിലും നമ്മൾ വാട്സപ്പിൽ ചോദിക്കുവാണെങ്കിൽ എല്ലാവരും തരണമെന്നില്ല, ഉടനെ ആരും തരുത്തുമില്ല. ചിലരെങ്ങാണേ തരത്തുള്ളൂ. പിന്നെ നമ്മൾ പേഴ്സണലായിട്ട് 2 പേരുടെ നമ്പർ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അവരും അതുപോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ആദ്യം ഇടും, ആരും കൊടുത്തില്ലെങ്കിൽ പിന്നെ നമ്മളോട് ചോദിക്കും. ഇവരങ്ങനെ ഇൻകംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ വരത്തില്ല. പിന്നെ ഒരു ദിവസം പോകാതിരിക്കുമോ, പിന്നെ ആ പ്രൊജക്റ്റിൻ്റെ കാണിച്ച വട്ടുകാരങ്ങൾ എനിക്ക് അന്നേരം അറിയാം. ആരേലും പറയും മമ്മിയുടെ മറവിയായിരിക്കുമെന്ന് ഉടനെ എനിക്ക് വന്നായിരുന്നു. എൻ്റെ മറവിയെ പറ്റി പറഞ്ഞായിരുന്നു. എന്തോ ചെയ്യാനാ, ഇങ്ങനൊക്കെ. അതും രാത്രിയിലും കാണിച്ചിട്ടില്ലേ, അത് ജനുവരി കൊടുത്താൽ മതിയായിരുന്നു ഇനി. പിന്നെ ഇച്ചിരി മറവി ഉണ്ടവന്. കാരണം ഈ മക്കളൊക്കെ എന്ന് പറയാൻ, നമ്മൾ പഠിച്ച കാലത്ത് നമുക്ക് ഒരു പേനയും ഒരു പെൻസിലും കൂടെ നമ്മൾക്ക് എത്ര നാൾ നമ്മൾ അതുകൊണ്ട് നടക്കുമായിരുന്നു. അതങ്ങനെ കളഞ്ഞു പോയാൽ നമുക്ക് എന്തോ വെപ്രാളമായിരുന്നു. നമ്മുടെ ഒരു സാധനം, ഒരു ബുക്കോ പുസ്തകമോ എന്തെങ്കിലും കളഞ്ഞു പോയാൽ നമുക്ക് പേടിയായിരുന്നു. അമ്മ അടിക്കുമോ. നമുക്ക് ബുദ്ധിമുട്ടിനെ പറ്റി അറിയാം. ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാൽ ഇവർക്ക് ബുദ്ധിമുട്ടില്ല. പൈസയ്ക്ക് പൈസ, സാധനങ്ങൾക്ക് ഒരെണ്ണത്തിന് പകരം ബോക്സ് കണക്കിന് നമ്മൾ വാങ്ങിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അവർക്കറിയാം, ഇത് പോയാൽ എനിക്ക് ഉടനെ വാങ്ങിച്ചു തരും. റീച്ചാൻ്റെ സ്വഭാവം എന്ന് പറയുന്നത്, ഇവിടെ എന്തെങ്കിലും പോയാൽ അവരോടൊന്നും ഒരു താക്കീത് പോലും കൊടുക്കത്തില്ല. ആദ്യം ഇങ്ങനെ പറയും, എന്താ കൊണ്ട് കളഞ്ഞാൽ സൂക്ഷിക്കണ്ടെന്ന്. അപ്പം ഞാൻ പറയും, ഒരടി കൊടുത്തായിരുന്നെങ്കിൽ അവൻ പിറ്റേന്ന് ഓർത്തേനെയായിരുന്നെന്ന്. അവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടറിയത്തില്ല. അവർ കളഞ്ഞിട്ട് വന്നാലും ഈ പോള് തന്നെ ഒരു വർഷം എത്ര കുടയാണ് കൊണ്ട് കളയുന്നതെന്നറിയാമോ? ഞാൻ പറയും, പഴയ കുട കൊടുത്താൽ മതി. പഴയതെന്ന് പറഞ്ഞാൽ ഇച്ചിരി ഇപ്പം മൊട്ട് നമുക്ക് ഈ ചുറ്റി ഇടാനൊക്കെ അതിങ്ങനെ കുട നമുക്കിങ്ങനെ മടക്കി ഇങ്ങനെ കറക്കിയിടുക, അതിൻ്റെ മട്ടൺസ് എങ്ങാനും പോയെങ്കിലുണ്ടെങ്കിൽ അതെങ്ങാനും കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ പറയും, വേണ്ട പുതിയത് കൊടുത്തിട്ട് ഈ വർഷം 2 എണ്ണം കൊണ്ട് കളഞ്ഞു പോള്. അങ്ങനെയൊക്കെയാണ് അവർക്ക്. എന്നാൽ അവർക്കറിയാം, ഇത് പോയാൽ എനിക്ക് പപ്പ വേറെ വാങ്ങിച്ചു തരും. നമ്മളെന്ന് പറയുന്നത് അങ്ങനെയല്ല, നമ്മൾ ബുദ്ധിമുട്ടിൽ കൂടി ജീവിച്ച് വരാം. അതാണ് ഇപ്പോഴത്തെ പിള്ളേരും പണ്ടത്തെ പിള്ളേരുമായിട്ടും. അവർക്ക് പൈസയുടെ വാല്യൂ അറിയത്തില്ല, ഒന്നിൻ്റെയും വാല്യൂ അറിയത്തില്ല. പ്രൈസനും ആ ബുക്ക് പറയാം എന്നോട് ഉടനെ. ഞാൻ പറഞ്ഞാൽ ഇനി നമുക്കെന്താ പുതിയത് വാങ്ങിക്കാടാ. അതിനെന്തുവാ പുതിയത് വാങ്ങിക്കാം, പറയാം. നമ്മൾ തമാശ രൂപയാണേ. ഞാൻ പറഞ്ഞത് വേറൊരു രീതിയിൽ കളിയാക്കി, ഇനി നമുക്ക് പുതിയത് വാങ്ങിക്കാടാ. ഉടനെ അവൻ അങ്ങ് സീരിയസ് ആക്കി. ഉടനെ അവന് പുതിയത് വാങ്ങിച്ചു കൊടുക്കുമെന്ന്. ഓക്കെ, ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാമേ. ഓക്കെ, വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻ്റ് ഇടുക. ഞാൻ കമൻ്റ് ഇടാൻ ഇച്ചിരി ബുദ്ധിമുട്ടി, എനിക്ക് ഇച്ചിരി അച്ചാർ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ കമൻ്റ് നോക്കി, പക്ഷേ റിപ്ലൈ കൊടുത്തിട്ടില്ല കേട്ടോ. പോളിനെ കാണാനില്ലെന്ന് പറയുന്നത്. പോളിപ്പം വന്നതേ ഉള്ളൂ. വന്ന് കുളിച്ച് മുടി എന്തുവാടാ ഇങ്ങനെ ഒന്ന് ചീകാൻ, എന്താ കുളിച്ചു. ഇപ്പം മണി 8 മണിയായി. 7 മണിയാണ് വന്ന്, പിന്നെ കുളിച്ച് എല്ലാം കഴിച്ച് ഇപ്പം ഇങ്ങോട്ട് വന്ന. എന്തുവാടാ തിരുന്നേ?
കപ്പലണ്ടി ഇച്ചിരി എന്തെങ്കിലും ഒന്ന് വായി ഇടാൻ വന്നതാ. എടാ മുടി നോക്കടാ, വൃത്തിയുടെ ആൾക്ക് എന്തോ ചിന്തിക്കൂടാ. എല്ലാവർക്കും സുഖമാണെന്നേലും ചോദ്യടാ. ഞാൻ പിന്നെ ഇത് ഓഫാക്കാൻ പോവാം. എല്ലാവർക്കും സുഖമാണോ? എല്ലാവർക്കും ഹായ്. രാവിലെ ദോശ ഉണ്ടാക്കുന്നത്. അപ്പം പിള്ളേർക്ക് കൊടുത്തു വിടാൻ സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നുണ്ട്. പീനട്ട് വെച്ചിട്ടുള്ള സാൻഡ്വിച്ച്. താഴെ പിള്ളേർ കിടന്ന് ബഹളം വയ്ക്കുന്നത് ഇവിടെ ചൊവ്വിന് കേൾക്കാം. എല്ലാവരും ചിന്തിക്കും ഇവിടുത്തെ ബഹളമാണ്. താഴെ കളിക്കുക പിള്ളേർ. അപ്പം ദോശ ഉണ്ടാക്കട്ടെ. അന്ന് കോഫി പൗഡർ വാങ്ങിക്കാൻ നേരം വാനിലയുടെ ഉള്ളായിരുന്നു. ഇതെനിക്കിഷ്ടമേ അല്ല, പിള്ളേർക്കിത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതേ ഉള്ളായിരുന്നു, അതുകൊണ്ടൊക്കെ വാങ്ങിച്ചത്. വിലയും കൂടുതലാണ് ഇതിന്, മറ്റേതിനേക്കാൾ ഡബിൾ വിലയാണ്. അപ്പോൾ അവർക്ക് നേരത്തെയൊക്കെ അവർക്ക് ഞാനിങ്ങനെ ബോൺവിറ്റ ഇതൊക്കെ ആയിരുന്നല്ലോ കൊടുക്കുന്നത്. അപ്പോൾ കുറേ പേര് കമൻറ്റിലും പറഞ്ഞ് അതൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല അതെന്നൊക്കെ. അതുകൊണ്ട് പിന്നെ ഞാനിങ്ങനെ പ്ലെയിൻ പാൽ കൊടുത്താൽ രാവിലെ അവർക്ക് അങ്ങോട്ടിരുത് വരത്തില്ല. വൈകിട്ട് രാത്രിയിലാണെങ്കിൽ ഞാൻ മഞ്ഞളിട്ട പാൽ കൊടുക്കും. ഇപ്പം രാവിലെ ഒരു കോഫിയും കൊടുക്കും. ഇപ്പോൾ തണുപ്പൊക്കെ അല്ലേ, അപ്പച്ചനും ഇരിക്കൂല. അപ്പച്ചനും പെട്ടെന്ന് ചായ കൊടുക്കട്ടെ. ഞാനും ഒരു ചായ കുടിക്കാൻ എടുക്കുന്നുണ്ട്. എൻ്റെ ബ്ലൂ കപ്പ് പൊട്ടിപ്പോയി. ഒരു ദിവസം ചായ കുടിക്കാൻ, ഒരു ദിവസം തന്നെ ഈ വയ്യാതിരിക്കുന്ന സമയത്ത് അന്ന് ഞാൻ ചായ കുടിക്കാനായിട്ട് ടേബിളെ കൊണ്ടുവച്ച് അങ്ങോട്ട് തിരിഞ്ഞ സമയത്ത് എൻ്റെ തോർത്ത് കിടപ്പുണ്ടായിരുന്നു. ആ തോർത്തിൻ്റെ വള്ളി അതിൽ തട്ടി തറയിൽ വീണു. അന്നാണെങ്കിൽ എനിക്ക് തീരെ രാവിലെ എങ്ങനെയും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഇനി ഇരിക്കാമെന്നും പറഞ്ഞ് പെട്ടെന്ന് ചെയ്യാമെന്നും പറഞ്ഞ് പോയി ചെയ്തതാണ്. പിന്നെ ഈ തറയെന്നല്ല, എനിക്ക് പൊട്ടിയതല്ല വിഷമം, ഈ ഗ്ലാസ്സുകളൊക്കെ കുപ്പിച്ചില്ലൊക്കെ അവിടെ കിടക്കത്തില്ലേ, ആ ഒരു പേടിയായിരുന്നു. ഇതെന്ന് പറയുന്നത് ഒരു പടവണ്ടാരനാണ്, തുറപ്പനാണ്. അതുകൊണ്ട് നിറച്ചെടുത്തില്ല. ഇതിൽ കുടിക്കുന്നതിനൊക്കെ എനിക്കിഷ്ടം മറ്റേത് കുടിക്കുന്നതായിരുന്നു. അങ്ങനെ രാവിലത്തെ എല്ലാം കഴിഞ്ഞ് പിന്നെ ഞാൻ ഇനിയും ക്യാനിലൊക്കെ വെള്ളം നിറയ്ക്കണം, കുടിക്കാൻ വെള്ളം വെക്കണം, പാതാമ്പറം തുടയ്ക്കണം, പാത്രങ്ങളുണ്ടെങ്കിൽ ഒന്ന് കഴുകണം. ചില സമയത്ത് ഉടനെ അങ്ങ് പാത്രം കഴുകും, അല്ലെങ്കിൽ ചില സമയത്ത് അരിയൊക്കെ ഇട്ടതിന് ശേഷമേ കഴുകത്തുള്ളൂ. നമ്മുടെ ഒരു മൂഡ് പോലെ ഇരിക്കും. വെള്ളത്തിൽ ഇട്ടേക്കുക, അതൊന്ന് കഴുകി അരി എടുക്കണം. കുടിക്കാനൊക്കെ വെള്ളം വെച്ച അരിയും അടപ്പത്തിട്ടിട്ട് പോയി പയറരിയ. ഞങ്ങൾ കുറച്ചുകൂടെ കഴുകാനുണ്ട്. ഡെലി പാത്രങ്ങളൊക്കെ കഴുകാൻ കിടക്കുന്നേ ഉള്ളൂ. ഞാൻ പയർ കഴുകി എടുത്തൊരു വെള്ളം വാലാൻ വെച്ചിട്ട്, ഉരുളി ആയതുകൊണ്ട് ഇന്നലെ ചിക്കൻ വെച്ച ഉരുളിയാണ്. അപ്പോൾ അതാകുമ്പോൾ നന്നായിട്ട് നമുക്ക് ഒലച്ച് കഴുകിയെടുക്കാൻ പറ്റുമല്ലേ. അപ്പോൾ അതിലോട്ട് ഞാൻ കോവയ്ക്ക മെഴുക്കുവരട്ടിക്ക് വേണ്ടി, ചപ്പാത്തി കോവയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് കോവയ്ക്ക എടുത്തിട്ടുണ്ട്. പയർ കഴുകി വാരിയെടുത്ത്. ഇനി ഈ കോവയ്ക്ക അതി കിടക്കട്ടെ. അരി അടപ്പത്തിട്ടിട്ട് പോയി കോവയ്ക്ക അരിഞ്ഞുകൊണ്ട് വന്ന് ഞാൻ. എന്നിട്ട് അതൊന്ന് ഇച്ചിരി അതിൻ്റെ അകത്ത് ഒരു ക്യാരറ്റ് കൂടെ അരിഞ്ഞ് ചേർത്ത്. അപ്പോൾ ഞാനത് ഇച്ചിരി ഉപ്പും മഞ്ഞളും ഇട്ട് അതൊന്ന് ഉപ്പി പറ്റിച്ച് ഇച്ചിരി അത് വേവിച്ചെടുത്തേ. അതിന് ശേഷം പിന്നെ പാൻ വെച്ചിട്ട് ഓയിലൊഴിച്ച് ഇച്ചിരി മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് അതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കും. പിന്നെ തീ കുറച്ചിട്ടിരുന്നാൽ മതി, അത് മുക്കാലും വെന്തയല്ലേ. ഇനി അത് അവിടെ കിടന്ന് വഴന്ന് നല്ല ഇതുപോലെ മൊരിഞ്ഞ് വരും. അങ്ങ് ഒത്തിരി അങ്ങ് കറകറാങ്ങ് മൊരിയത്തില്ല, നന്നായിട്ട് വഴന്ന് വാടി വരും. ഇത് പക്ഷേ തോരൻ വെക്കാൻ നല്ലതായിരുന്നു. ഈ കോവയ്ക്ക ഒട്ടും പഴുത്തത് അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു, കിശുകിശായിരിക്കുന്നതായിരുന്നു. അങ്ങനെയുള്ളത് മെഴുക്ക് പുരട്ടിക്ക് നല്ലതും, ഇങ്ങനെയുള്ളത് തോരൻ വെക്കാനും നല്ലതാണ്. ഞാൻ അത് ഇവിടെ ഇങ്ങനെ അടപ്പത്തിട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ വന്നൊന്ന് ഇളക്കി കൊടുക്കും. പയറരിയാൻ പോട്ടെ, അപ്പം ഇതിവിടെ കിടന്നങ്ങ് ആയിക്കോളും. അപ്പോൾ ഇന്ന് കറി വെക്കുന്നത് മത്തങ്ങയും പയറും കൂടി ഇട്ട കറിയാണ്. അപ്പം ഞാൻ ഈ പയർ അരിയാൻ പോയ നേരം കൊണ്ട് അത്രയും നേരം ഞാൻ നമ്മുടെ ചെറുപയറൊന്ന് കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലിട്ടിരുന്നേ, ഒന്ന് കുതിരാനായിട്ട്. ഈ തേങ്ങ അരച്ചുള്ള കറികൾ തേങ്ങയ്ക്ക് എന്തോ വിലയാണ്, ചിലപ്പം തേങ്ങ കിട്ടാനും പ്രയാസം ഇപ്പം.
മെഴുക്ക് വരട്ടി ഇവിടെ റെഡിയായ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. കറി മത്തങ്ങയും പയറും ഇട്ട് കറി വെക്കുക. ഇച്ചിരി മത്തങ്ങയും പയറും അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇച്ചിരി മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ട് അതൊന്ന് വേവിക്കാൻ വെക്കാമേ. അപ്പോൾ ഇന്നലത്തെ ചിക്കൻ കറി ഇത്രയും ഉണ്ടായിരുന്നു. എനിക്ക് ഇന്ന് ഇതത് ഫ്ലോപ്പായിപ്പോയി. ലാസ്റ്റ് നിങ്ങൾ നോക്കണേ. അപ്പം ഞാൻ ഈ കറി ഇന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ആക്കാമെന്ന് വെച്ച്. ആദ്യം ഞാൻ ഇനി ചട്ടിയിലിട്ടാണ് ചെയ്തത്. പിന്നെ അത് ചട്ടിയിൽ നിന്ന് ഞാൻ പിന്നെ പാനിലാക്കി. അതെനിക്ക് പറ്റിയൊരു അബദ്ധമാണ്. പ്രൈസ എന്നെ ഇനിയും പറയാനൊന്നുമില്ല. പ്രൈസർ അങ്ങനെ ഉണ്ടാക്കിയത് അത്ര ഇഷ്ടപ്പെട്ടതുമില്ല. പക്ഷേ റീച്ചാനും പോളിനൊക്കെ ഇഷ്ടമായി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കാരണം അത് ഇങ്ങനെ ആവുന്നതനുസരിച്ച് ഞാൻ എണ്ണ ഇങ്ങനെ ഒഴിച്ച് കൊടുത്തോണ്ടേയിരുന്നു. ഇച്ചിരി എണ്ണയൊക്കെ ആയി നല്ലൊരു ടേസ്റ്റ് ഉണ്ടായി. പക്ഷേ അതങ്ങനെ അങ്ങനെ ചെയ്തോണ്ട് എനിക്കും ടേസ്റ്റായി. പക്ഷേ ഇവന് ഇല്ല എല്ല് പോലൊക്കെ വേണമല്ലേ, എല്ലൊക്കെ ഉറിഞ്ചാൻ വേണമല്ലേ, അതുകൊണ്ട്. അപ്പോൾ ഈ മത്തങ്ങയും പയറും കൂടെ ഒന്ന് വെന്തായിരുന്നു. ഞാൻ വിസിൽ ഓഫാക്കിയിട്ട് അതൊന്ന് ഉടച്ചെടുക്കുന്നുണ്ട് ഈ മത്തും കൊണ്ട്. എന്നിട്ട് തേങ്ങ, ജീരകം, വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഒന്ന് ഞാൻ അരച്ചായിരുന്നേ. അത് കുക്കറിൽ നിന്ന് ഞാനൊന്ന് വേറൊരു പാത്രത്തിലോട്ടാക്കുന്നുണ്ട്. മായ പറഞ്ഞ് മോര് മാത്രമേ വെക്കത്തുള്ളൂ എന്ന് പറഞ്ഞ് ആ പാത്രത്തിൻ്റെ അകത്ത് ഞാനിപ്പം പയറൊന്നൊഴിച്ച് എടുക്കുന്നുണ്ടേ. ഞാൻ ആ ചിക്കൻ്റെ അകത്ത് ഇത്തിരിയും കൂടെ ക്വാണ്ടിറ്റിക്ക് വേണ്ടി 2 ഉരുളൻകിഴങ്ങ് കൂടെ ഞാനൊന്ന് വേവിച്ച് ചേർത്തായിരുന്നു. കാരണം ഇനി അതിൽ പച്ചയ്ക്ക് ഉരുളൻകിഴങ്ങ് ഇടാക്കത്തില്ലല്ലേ. അതുകൊണ്ട് ഞാൻ ഇച്ചിരി ഉരുളൻകിഴങ്ങ് ഒരിച്ചിരി ഉപ്പിട്ട് വേവിച്ചിട്ട് ഇതിൻ്റെ അകത്ത് മിക്സ് ചെയ്തായിരുന്നു. എന്തുവാന്നേലും ടേസ്റ്റ് ഉണ്ടായിരുന്നു. കാണാനും പ്രൈസം ചോദിക്കുക, മമ്മി എന്തോ ചിക്കൻ എന്തോ ഇത് പിച്ചി ഇട്ടോ. പക്ഷേ അത് ഇന്നിങ്ങനെ റോസ്റ്റ് ചെയ്തെടുത്തിട്ട് പിറ്റേന്ന് ചപ്പാത്തിക്ക് കുറച്ച് ഉച്ചയ്ക്ക് വന്നെണ്ണ കൊടുത്തൊണ്ണേ അന്നേരം ആശാൻ ഇഷ്ടപ്പെട്ടു. അവൻ അന്നേരത്തെ അത് കണ്ടൊണ്ണേ അവന് ഒന്നാതെ ഇന്നലെ അത് ലെഗ് പീസ് ഇല്ലായിരുന്നു. അന്നേരം അവൻ പറഞ്ഞായിരുന്നു എന്താ ലെഗ് പീസ് വാങ്ങിക്കാഞ്ഞെന്ന്. അവനൊരു ഇച്ചിരി എങ്കിലും, എൻ്റെ ബ്രദറിൻ്റെ ഇളയ മോനും അങ്ങനെ എല്ലാം അവനിങ്ങനെ ഉറിഞ്ചിയിരിക്കും. ഇവനും അതുപോലെ എല്ല് ഭയങ്കര ഇഷ്ടം, ഉറിഞ്ചിയിരിക്കും ഇവനും. ബ്രദറിൻ്റെ മോൻ്റെ കാര്യം പറഞ്ഞപ്പോഴേ ഞാൻ ഓർത്തെ. ഇന്ന് അമ്മ പറയുമായിരുന്നു എന്നും ബാഗൊക്കെ ടൈം ടേബിൾ എടുക്കുന്നതും ചെക്ക് ചെയ്യുന്നതെല്ലാം അവൻ്റെ പപ്പയാണ്, എൻ്റെ ആങ്ങളെയാണ്. അപ്പോൾ ഇവൻ എപ്പോൾ ഈ കൊച്ചൻ കൊണ്ടുവെക്കുമെന്ന് അറിയത്തില്ല. ഷീവയുടെ എന്തെങ്ങാണ്ടൊക്കെ ഈ മൊബൈൽ അങ്ങനെയൊക്കെ വെക്കുന്ന ഒരു പൗച്ചുണ്ടായിരുന്നു. അതും വേറെന്താ കണ്ടു അവൻ അത് എങ്ങനോ എടുത്തുകൊണ്ട് ആ ബാഗിൽ കൊണ്ടുപോയി 2 ടീച്ചർമാർക്ക് കൊടുത്ത്. ടീച്ചർമാർ എന്തിച്ച് കാണും, വീട്ടിൽ നിന്ന് കൊടുത്തതാണ്. ടീച്ചർമാരും ഒന്നും ഫോൺ ചെയ്ത് പറഞ്ഞില്ല. പിന്നെ പറഞ്ഞത് ഞാൻ കൊണ്ട് ടീച്ചറിന് കൊടുത്തെന്ന്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ മുട്ടായി അതും ഇതൊക്കെ ഇവൻ കൊണ്ട് കൊടുക്കും. അപ്പോൾ ടീച്ചർമാരങ്ങ് വാങ്ങിച്ച ഷീവയെ അത് സൂക്ഷിച്ച് വെച്ചിരുന്നതാണ്. അപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് കടുക് വറുത്ത് ചേർക്കാൻ നേരം ഒരിച്ചിരിയും തേങ്ങ സ്വരൂപിച്ച് വെച്ച്. ഇത്രയും തേങ്ങയൊന്നും പോരാ, കുറച്ചുകൂടെ തേങ്ങ ഇട്ടാൽ എരിശ്ശേരിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പം ഞാനൊരു 2-3 ടേബിൾ സ്പൂൺ തേങ്ങ എടുത്ത് മാറ്റി വെച്ചായിരുന്നു അരപ്പിൽ നിന്ന് അരയ്ക്കാനെടുത്തത് ഇന്ന്. അപ്പോൾ അതിൽ ലാസ്റ്റ് ഇച്ചിരി മുളക് പൊടി ഇട്ടിട്ട് അത് ഞാനിപ്പം മൂത്തൊണ്ണെ കറിയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇച്ചിരി നെയ്യൂടെ ഒഴിച്ചാൽ നല്ല, നെയ്യ് എൻ്റെ ഇല്ലായിരുന്നു. അപ്പം നമ്മുടെ കറി ഇവിടെ റെഡിയായ. ഇനി ഞാൻ എൻ്റെ ചിക്കനെ ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായി വീണ്ടും ഈ ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലേക്ക് ബട്ടൺ കൊണ്ട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിന്ന് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.